ഇന്നത്തെ വീഡിയോ അപ്പോൾ കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് ബാക്കി വന്ന ബ്രെഡും അതുപോലെ തന്നെ മുട്ടയൊക്കെ കൊണ്ട് സിമ്പിളായിട്ട് ഈവനിങ് ആക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ മുട്ട ഓൾമോസ്റ്റ് പുഴുങ്ങിയത് കുറച്ച് അധികമായി. അപ്പോൾ ഞാൻ കുറച്ച് കടലമാവ് ഉപ്പും മഞ്ഞളൊക്കെ കൂട്ടിയിട്ട് ബജ്ജി മാവാക്കിയിട്ട് കുറച്ച് മുട്ട നടുകെ കയറിയിട്ട് ബജ്ജിയാക്കി വെച്ചു. അപ്പോൾ യഥാർത്ഥ ഐറ്റം ഇതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. പാനിലേക്ക് ആവശ്യമായ ഗീ ആണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് ഓയിലായാലും എടുക്കാം. ബ്രെഡ് അതിലേക്ക് മുഴുവനായിട്ടും വെച്ചിട്ട് 2 സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആകുന്ന സമയത്തേക്കും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി, മല്ലിയില, തൈര്, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ടിട്ട് ഒരു സോസേജ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെഡ് 2 സൈഡും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫ്രൈ ആയ ബ്രെഡ് നമുക്ക് സ്ക്വയറിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പാനിൽ വീണ്ടും നമ്മൾ ഈ മുട്ട ഓൾറെഡി ബജ്ജിയാക്കിയ ബാക്കി വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആ വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് ഒനിയൻ ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും നേരത്തെ ഉണ്ടായ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ നോർമൽ മുട്ട റോസ്റ്റൊക്കെ ആക്കുന്ന പോലെ ഉള്ളി നന്നായിട്ടൊന്ന് മസാലയാക്കി എടുക്കണം. ഉള്ളി വാട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. നമുക്ക് അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട. നമ്മളെ ഒരു ബർഗറിലൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്ന പോലെ ഒരു ഉള്ളിയുടെ ഒരു ചൊയ ഉണ്ടാകുമ്പോൾ നല്ലയുണ്ട്. അപ്പോൾ ഉള്ളി ഒരു ഏകദേശം വാടി കഴിയുമ്പം നമുക്ക് അതിലേക്ക് സോസ് ഒഴിക്കും. നമ്മൾ ഓൾറെഡി മിക്സിയുടെ ജാറിലാക്കി വെച്ച സോസ് ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് മുമ്പിട്ടായിട്ട് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ടൈം നമ്മൾ മുട്ട ബജ്ജി ആക്കുന്ന സമയത്ത് മുട്ട പുഴുങ്ങിയ മുട്ട മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പീസാക്കിയിട്ട്. അതും കൂടെ ലാസ്റ്റ് ഇടും. അതോടുകൂടിയിട്ട് ഈ ഒരു ഐറ്റം ഫിനിഷ് ചെയ്തു. ഒരു മസാലയും നമുക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെറിയ കുട്ടികൾക്കൊന്നും കൊടുക്കുന്നതാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. എന്നാലും കുറച്ച് തക്കാളി സോസും അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഒരു ഡിഷിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം വൈകുന്നേരം വയറ് നിറക്കാനും അതുപോലെ തന്നെ ചിലവ് ചുരുങ്ങിയ രീതിയിലാക്കാനും ഇതൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അത് അവിടുന്ന് ഫിനിഷ് ആകുന്ന സമയത്ത് ഞാനിവിടെ ഒരു കിടിലൻ ചായയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.